ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ മുട്ട ബിരിയാണിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വിഭവമാണ്. ആദ്യം നമുക്ക് അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വഴണ്ടി വരാൻ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഓയിലിലും നമുക്ക് തയ്യാറാക്കാം, നെയ്യിലും തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അതിലോട്ട് നമുക്ക് 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായി വഴറ്റി പച്ചമണം മാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. തീ സ്ലോവിൽ ഇടണം. അതിന് ശേഷം ഒരു ക്യാരറ്റും 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് തീ കുറച്ച് സിമ്മിലിട്ട് വെക്കണം. നന്നായി ഇളക്കി കൊടുത്ത് മൂടിയെടുത്ത് ഞാൻ മൂടി വെക്കണത് കാണിച്ചു തന്നില്ല. മൂടിയെടുത്ത് അതിലോട്ട് 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത് അതിട്ട് നന്നായി ഇളക്കുക. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അതിലോട്ട് 2 തക്കാളി ഞാൻ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരട്ടെ. തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണിത്. ഇതെല്ലാം മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനിതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മൂടി വെച്ച് ഇത് തിളച്ച് വരട്ടെ. തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല വെട്ടി തിളക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ഇടുന്നതായിരുന്നു, മറന്നു പോയതാണ് അത് കാണിക്കാൻ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ആ നെയ്യ് എല്ലായിടത്തും പിടിക്കട്ടെ. നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിനി ഒന്ന് തിളക്കട്ടെ. നന്നായി ഇളക്കി കൊടുത്ത് അതിലോട്ട് സേമിയ ഇടാം നമുക്ക്. ഞാൻ 1 പാക്കറ്റ് സേമിയാണ് ഉണ്ടാക്കാൻ പോണത്. സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ നന്നായി ഇളക്കി അതിലേക്ക് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മുങ്ങിക്കളഞ്ഞിടാം. ഞാനത് വറ്റിച്ചെടുത്തതാ. വെള്ളമെല്ലാം വറ്റി ഒന്നൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തുമാത്രം ടേസ്റ്റിയാണെന്നറിയാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയത് ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ്. കാണുമ്പോൾ തന്നെ എന്തുമാത്രം ടേസ്റ്റിയാണല്ലേ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തുമാത്രം ടേസ്റ്റിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കണം. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എന്തുമാത്രം ടേസ്റ്റിയാണെന്ന്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം പ്ലീസ്. ഞാൻ ഇതിനൊരു വെളുത്തുള്ളി ചമ്മന്തി വെക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഉടനെ തന്നെ അതിടും. നല്ല ടേസ്റ്റുള്ള വെളുത്തുള്ളി ചമ്മന്തിയാണ്. ചോറിന് കഴിക്കാനും ബിരിയാണിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റിയാണ്. ആസിഡിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും ആ ചമ്മന്തി കഴിച്ചാൽ. അത്ര ടേസ്റ്റിയായ ചമ്മന്തിയാണത്. അങ്ങനെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.